ట్రావెంకూర్ దేవస్వం బోర్డు పరిధిలోని టెండర్ల నిర్వహణలో కీలక మార్పులు చోటు చేసుకుంటున్నాయి. టెండరింగ్ ప్రక్రియను మరింత పారదర్శకంగా వేగవంతంగా మార్చేందుకు గాను బోర్డు చర్యలు చేపట్టింది. ఈ నియామకాలను మరియు కాంట్రాక్టుల కేటాయింపులో గతంలో ఉన్న కొన్ని అనవసరమైన కఠిన నిబంధనలు తొలగిస్తున్నట్లు ట్రావెంకూర్ దేవస్వం బోర్డు అధ్యక్షుడు కె జయకుమార్ వెల్లడించారు. చట్టబద్దమైన మరియు అధికారిక ఈ టెండర్ నిబంధనలన్నింటినీ ఖచ్చితంగా పాటిస్తూనే గతంలో అమల్లో ఉన్న కొన్ని అనవసరమైన నిరుపయోగమైన నిబంధనలు గుర్తించి వాటిని తొలగిస్తున్నామని ఆయన స్పష్టం చేశారు. ఈ మార్పుల ద్వారా టెండరింగ్ ప్రక్రియ మరింత పారదర్శకంగా జవాబుదారీతనంతో సాగుతుందని ఆయన అభిప్రాయపడ్డారు. అర్హులైన కాంట్రాక్టర్లు, వ్యాపారులు ఎలాంటి ఆటంకం లేకుండా టెండర్లో పాల్గొనేందుకు గాను ఈ నిర్ణయం దోహదపడుతుందని అధికారులు భావిస్తున్నారు. దేవాలయంలో నిర్వహించే పనులు, కొనుగోలులో ఎటువంటి అవకతవకలకు తావు లేకుండా ഈ టెండరింగ్ వ్యవస్థను మరింత పటిష్టం చేస్తున్నట్లు బోర్డు అధ్యక్షుడు కె జయకుమార్ స్పష్టం చేశారు. നെയ്യെപ്പറ്റിയുള്ള ചോദ്യമാണല്ലോ. അതിനകത്തിപ്പോൾ ഞങ്ങൾക്കൊന്നും തൽക്കാലം ചെയ്യാനില്ല. അത് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അന്വേഷിക്കുകയാണ്. കോടതി പറഞ്ഞതിനനുസരിച്ചിട്ട് ഇവിടെ അന്വേഷണത്തിലൊക്കെ ആൾ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പത്രത്തിൽ കണ്ടതനുസരിച്ചിട്ട് പിന്നെ FIR ഇടുകയാണ് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റിനും മെമ്പർക്കും എതിരായിട്ട്. എനിക്കതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാനില്ല. പക്ഷേ ഒരു കാര്യം അതിൽ നിന്ന് ഞങ്ങൾ പഠിച്ച പാഠം, ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ ശബരിമല വഴിപാടിന് വേണ്ടി വാങ്ങുന്ന എല്ലാ സാധനങ്ങളുടെയും പ്രൊക്യൂർമെൻറ്റിൽ അങ്ങേയറ്റത്തെ സുതാര്യതയും ജാഗ്രതയും പുലർത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം. ഇന്നത്തെ പത്രത്തിൽ തന്നെ നമ്മളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. 24 ഐറ്റംസ് നമ്മൾ ഓപ്പൺ ടെൻഡറിലേക്ക് പോവാണ്. ഇന്നത്തെ ബോർഡ് ഈ ടെൻഡർ നടപടികൾ കുറച്ചും കൂടി സുതാര്യവും മത്സരാധിഷ്ഠിതവുമാക്കാനുള്ള ചില ഗൈഡ് ലൈൻസ് കൂടെ ഇന്ന് തീരുമാനിക്കും. പ്രത്യേകിച്ച് കുത്തക ലേലങ്ങളെ സംബന്ധിച്ച്. കുത്തക ലേലം ചെയ്തിട്ടില്ല, നമ്മളത് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഇന്നത്തെ ബോർഡിലെ പ്രധാന ഒരു തീരുമാനം ആ ഗൈഡ് ലൈൻസാണ്. എങ്ങനെ കുത്തക ലേലത്തിലും ഇതുപോലെ തന്നെ ആക്ഷേപങ്ങളൊക്കെ പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ശർക്കര, നെയ്യ്, പിന്നെ ജീരകം, ചുക്ക് തുടങ്ങി ഒരുപാട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ. ഇന്നത്തെ പത്രത്തിൽ ഞാൻ പരസ്യമുണ്ട്, 24 ഐറ്റംസ് വാങ്ങും. അത് ഏറ്റവും സുതാര്യമായിട്ട് വാങ്ങാനുള്ള എല്ലാ നടപടികളും, പ്രത്യേകിച്ച് ഇവിടെ ആളുകൾ വരരുത്, എല്ലാം ഓൺലൈനിലുള്ള എൻക്വയറിയെ പാടുള്ളൂ തുടങ്ങി ആ നടപടിക്രമങ്ങൾ, ഈ ടെൻഡറിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ചില വേണ്ടാത്ത കീഴ്വഴക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയൊക്കെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് സമൂഹം ആഗ്രഹിക്കുന്ന വലിയ ജാഗ്രത ഇപ്രാവശ്യം ശബരിമല നടത്തിപ്പിൽ ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് ഉള്ള ഒരു അഷുറൻസ് തരാൻ മാത്രമേ ഈ സന്ദർഭം എനിക്ക് ഉള്ളൂ പറയാവുന്നത്. കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ ടെൻഡർ നടപടികൾ തുടങ്ങിയിരുന്നു. പക്ഷേ ഇത്തവണ സാരമില്ല. അങ്ങനെ തിരക്ക് കൂട്ടി അബദ്ധങ്ങളിൽ ചാടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നവംബറിന് മുമ്പ് ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാവും. നേരത്തെ വന്നല്ലോ, കഴിഞ്ഞ ആഴ്ച തന്നെ വന്നല്ലോ. ഒന്നുമില്ലല്ലോ, അത് തന്നെയാണ് കോടതി കൊടുത്തത്. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ശരി.